ഇന്നലെ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് പിന്നെ മുൻകരുതൽ തന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരു 11 മണി അത്രയും നേരത്തെ ഒന്നും ഇതുവരെ ഇറങ്ങിയിട്ടില്ല. സാധാരണ ഒരു 3 മണി 4 മണിക്കൊക്കെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇന്നലെ ഇപ്പോൾ ഒരു 11 മണി ടൈമിൽ ഇവിടെ റോഡ് സൈഡായി, റോഡിൻ്റെ നടുക്കാണ് കണ്ടത്. എൻ്റെ ഫ്രണ്ട് തന്നെയാണ് കണ്ടത്. അപ്പോൾ അവൻ വന്ന് പെട്ടെന്ന് റിവേഴ്സ് വന്ന് അങ്ങനെ മുമ്പിൽ പോയി പെട്ട് കഴിഞ്ഞിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ കണ്ട് പെട്ടെന്ന് റിവേഴ്സ് വന്ന് ഞങ്ങളോട് പറഞ്ഞ് അങ്ങനെ ഫോറസ്റ്റുകാർ വരികയും അവരും ഓടിക്കുകയാണ് ചെയ്തത്. ഇതിപ്പോൾ ടൗൺ ഇത്രയും അടുത്തായി, ഇനിയിപ്പോൾ ഒരു 50 മീറ്റർ ഇല്ല ടൗണിലേക്ക്. ഈ പാലം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ടൗണിലേക്ക് എത്തി. അപ്പോൾ അത്രയും അടുത്ത് ഇന്നലെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊരാഴ്ചക്ക് മുമ്പാണ് എൻ്റെ അയൽവാസിയായി ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ആളുടെ ഷാജു ചാക്കോ എന്ന് പറഞ്ഞ ആളുടെ പറമ്പിൽ വന്നിട്ട് മൊത്തം പറമ്പ് മുഴുവൻ ഇല്ലാതാക്കി കളഞ്ഞു. ഒട്ടും പറമ്പ് ബാക്കിയില്ല. അതുപോലെ നശിപ്പിച്ച് പറമ്പടക്കം ചവിട്ടി മെതിച്ച് നശിപ്പിച്ച് അങ്ങനത്തെ ഒരു കോലത്തിലാക്കി കളഞ്ഞൊരവസ്ഥയാണ് ഉണ്ടായത്. പാണത്തൂരിൽ കാട്ടാനക്കൂട്ടം നാട്ടിലേക്ക് ഇറങ്ങുന്നതും കൃഷി നശിപ്പിക്കുന്നതും പതിവാകുന്നു. ഒരാഴ്ച മുൻപാണ് പാണത്തൂർ ആടുകുഴിയിൽ ഷാജു ചാക്കോയുടെ പറമ്പിൽ കാട്ടാനക്കൂട്ടം എത്തിയത്. 25ഓളം തെങ്ങുകളും നിരവധി വാഴകളും കവുങ്ങ്, റബ്ബർ എന്നിവയും കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. ഫെൻസിംഗ് നിർമ്മാണത്തിലെ അപാകതയാണ് കാട്ടാനക്കൂട്ടം പറമ്പുകളിലെത്താൻ ഇടയാക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. പലതവണ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും പരിഹാര നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് കാട്ടാനകൾ ഈ പ്രദേശങ്ങളിൽ ഇറങ്ങാറുണ്ടെങ്കിലും തുടർച്ചയായ ദിവസങ്ങളിൽ നാട്ടിലേക്ക് ഇറങ്ങുന്നതും കൃഷി നശിപ്പിക്കുന്നതും ഇത്രയും വ്യാപകമായ നാശനഷ്ടമുണ്ടാക്കുന്നതും ഇത് ആദ്യമായാണ്. പ്രശ്നത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കാസർഗോഡ് ജില്ലയുടെ മലയോര മേഖലകൾ വയനാടിനോട് സമമായി മാറിയിരിക്കുകയാണ്. പാണത്തൂർ ടൗണിനോട് ചേർന്നുള്ള പല ഭാഗങ്ങളിലും കാട്ടാനകൾ കൂട്ടമായി എത്തി. തെങ്ങ്, കവുങ്ങ്, വാഴ എന്നുവേണ്ട കണ്ണിൽ കണ്ടതെല്ലാം നശിപ്പിച്ചു. മതിലുകൾ തകർത്തു, ടാങ്കുകൾ നശിപ്പിച്ചു. മാലോത്തും കഴിഞ്ഞ ദിവസം കാട്ടാന ഇറങ്ങിയിരുന്നു. മാലോം വലിയ പുഞ്ചയിൽ ശനിയാഴ്ച രാത്രി ഇറങ്ങിയ കാട്ടാന ഇരുചക്ര വാഹനം എടുത്തെറിഞ്ഞു. വീടിനോട് ചേർന്ന റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത വലിയ പുഞ്ചയിലെ വരിക്കാമൂട്ടിൽ ബിബിൻസ്കറിയയുടെ സ്കൂട്ടിയാണ് ആന ചുഴറ്റിയെറിഞ്ഞത്. സമീപത്തെ കൃഷിയിടങ്ങളിലെ വാഴ, കവുങ്ങ്, തെങ്ങ് തുടങ്ങിയവ നശിപ്പിച്ചു. പാണത്തൂർ ടൗണിൽ നിന്നും കേവലം 200 മീറ്റർ മാത്രം അകലെയാണ് ഇന്നലെ 7ഓളം കാട്ടാനകൾ കൂട്ടത്തോടെ എത്തിയത്. തുടർന്ന് നാട്ടുകാരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് ആനകളെ കാട്ടിലേക്ക് തുരത്തുകയായിരുന്നു. നാട്ടുകാർ ഏറെ ഭീതിയിലാണ്. ചെറങ്കടവിലെ വനം വകുപ്പിൻ്റെ പാണത്തൂർ ബീറ്റ് കാര്യാലയത്തിലേക്ക് കേരള കർഷക സംഘം പനത്തടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ മാർച്ച് നടത്തി. പ്രയാസങ്ങൾ കണ്ടില്ല എന്ന് കടന്നു പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് കൃഷിക്കാർക്ക് മാന്യമായ രീതിയിലുള്ള നഷ്ടപരിഹാരം ഉൾപ്പെടെ നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യക്തമായ രീതിയിലുള്ള ഉത്സവ സമരങ്ങൾ, അതുപോലെ കൃഷിക്കാരെ ഇത്തരം വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ അത് ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിയിലേക്ക് കൂടിയാണ് ഇതിന്റെ ഭാഗമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. ബന്ധപ്പെട്ട അധികാരികൾ വേണ്ട നടപടി എടുത്തിട്ടില്ല എങ്കിൽ പാണത്തൂർ ടൗണിലേക്ക് കാട്ടാനക്കൂട്ടമെത്തുമെന്നും കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നും മനുഷ്യജീവൻ തന്നെ അപകടത്തിലേക്ക് പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നും നാട്ടുകാർ പറയുന്നു. ഇതോടൊപ്പം തന്നെ കാട്ടുപന്നി ശല്യവും കുരങ്ങ് ശല്യവും രൂക്ഷമായതോടെ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് കാസർഗോഡിൻ്റെ മലയോര ജനത. ന്യൂസ് ഡെസ്ക്, മീഡിയ 14.